പഴഞ്ചൊല്ല് പറയും, മുളയിൽ അറിയാം മുളയുടെ കാര്യത്തിൽ. ആരാധനയ്ക്കുള്ള വരവും ഇരിപ്പും നോട്ടവും ആ ഭാവവും ഒക്കെ കാണുമ്പം ഏറെക്കുറെ പിടി കിട്ടും ആളെങ്ങനെ ഉണ്ട്. അതിന് പ്രാർത്ഥിച്ച് നോക്കുവൊന്നും വേണ്ട. 30,000 ബിരുദന്മാരെന്ന, അങ്ങനല്ലയോ 6-ാം അധ്യായം വായിച്ചേ, 6:1. ശാമുവേലിന്റെ 2-ാം പുസ്തകം 6:1. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല ബിരുദന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി. സകല ബിരുദന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി. അതാ പുള്ളി ബിരുദന്മാരെയാ കൂട്ടിവരുത്തി. കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലയഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. കുഞ്ഞിനെ അവിടെ അടക്കിയിരുത്തണേ, ആരുടെ കുഞ്ഞാന്നേലും അവിടെ അടക്കിയിരുത്തേ. നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സഭയിൽ നിന്ന് പിണങ്ങി പോകും. അപ്പൊ ശ്രദ്ധിക്കുക, ബാലയഹൂദയിൽ കുന്നിന്മേൽ അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം കൊണ്ടുവരിക. ഈ വരവില് 30,000 ബിരുദന്മാരുമായിട്ടാ പോയത്. ഈ പെട്ടകം ചുമക്കുകയും കൊണ്ടുവരികയും ചെയ്യേണ്ടത് ബിരുദന്മാരല്ല, വിശുദ്ധന്മാര്. ആത്മീക ശുശ്രൂഷകൾ ചെയ്യേണ്ടത് ബിരുദന്മാരല്ല, വിശുദ്ധന്മാരാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശേഷിച്ച് തിരുമേശ എടുക്കുന്നവരായിരിക്കണം. തിരുമേശ എടുക്കാത്ത ആരെയും, എന്റെ അഭിപ്രായം, വചനത്തിലൊക്കെ കൂട്ടുപിടിച്ചാൽ സ്റ്റേജേ പോലും കയറ്റരുത്. നമുക്കിപ്പോ ഇതൊന്നും വലിയ വിഷയമല്ല, ഉപദേശിമാരെടുക്കുന്നില്ല. എന്നോടൊരു ഉപദേശം നേരത്തെ വന്നപ്പോ ഞാനിന്ന് എടുക്കുകയല്ല, ഞാനിന്ന് എടുക്കുന്നില്ലെന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞ പോലെ കപ്പലണ്ടിയും വെള്ളം കുടിച്ചിട്ട് പോകുമ്പോഴല്ല പലരും പോകുന്നു. കപ്പലണ്ടിയും വെള്ളം കുടിക്കുന്നതിന് വലിയ ചടങ്ങൊന്നും. ഇവിടുത്തെ തിരുമേഷം തിരിച്ചു വെച്ചു, സാധനം കിട്ടിയോ? അവനവിടെ സാധനം കിട്ടിയോ? വെളിവില്ലാത്ത ഒത്തിരി എണ്ണം ഉണ്ട്. അല്ലെ, ശുശ്രൂഷ ചെയ്യുന്നവർ, പ്രസംഗിക്കുന്നവരാന്നേലും ഗാന ശുശ്രൂഷകളുള്ളവരാന്നേലും വാദ്യ ഉപകരണങ്ങൾ വായിക്കുന്നവരാന്നേലും അതെല്ലാം അതിന്റെ ക്രമം അതാ. സ്തോത്രം. അതെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. വേദപുസ്തകത്തിന്റെ പ്രമാണം അതാ. ഇത് ബിരുദന്മാരുമായിട്ടാ പോയത്, വിശുദ്ധന്മാരല്ല. ഞാൻ ചിലർക്ക് ചലിക്കും, ഗാന ശുശ്രൂഷയ്ക്കൊക്കെ ലീഡ് ചെയ്യും, പക്ഷെ തിരുമേശ എടുക്കുകയല്ല. തബലയും മൃദംഗവും ഡ്രമ്മും സൈഡ് ഡ്രമ്മും ഒക്കെ നന്നായിട്ട് വായിക്കും, തിരുമേശ. ചില ഉപദേശമാര് നന്നായിട്ട് പ്രസംഗിക്കും, നല്ല തിയോളജിയാ, നന്നായിട്ട് പോയിന്റാ. തിരുമേശ പോയിന്റ് ഒക്കെ നല്ലതാണ്. അതെ, നിങ്ങൾ നല്ല സന്തോഷത്തോട് ഇരിക്കാറുണ്ട്, രാവിലെ അത് തല്ലിക്കെടുക്കുക അല്ലയോ? ദൈവത്തിന് മഹത്വം. ഇത് ബിരുദന്മാര് ചെയ്യേണ്ടതല്ല, വിശുദ്ധന്മാര് ചെയ്യേണ്ടതാണ്. അപ്പൊ 30,000 ബിരുദന്മാരുമായിട്ട് ദാവീദ് ഇവരെ കൂട്ടിക്കൊണ്ട് പോകുക പെട്ടകം എടുക്കാൻ. വായിച്ചേ. 30,000 പേരെ കൂട്ടിവരുത്തി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം. അപ്പൊ 2.5 മുഴം നീളവും 1.5 മുഴം വീതിക്ക് പെട്ടകം, പെട്ടകത്തിന്റെ മുകളിൽ ഒന്നുകൊണ്ടൊരു വക്കും പരിപ്പും, അതിന്റെ അപ്പുറം ഇപ്പുറം 2 കെറൂബിനെ മുഖത്തോട് മുഖം ചേർത്ത് സ്ഥാപിച്ച്, കെറൂബ് ചിറക് വിടർത്ത് നിൽക്കുക, അത് മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കുന്നു. ഈ കെറൂബിന്റെ നടുവിലായി ഇതിന്റെ മുകളിൽ ഒരു പലകയുണ്ട്, ചാർത്ത പലക. അത് 2.5 മുഴം നീളവും 1.5 മുഴം വീതിക്ക് പലക, അത് കൃപാസന പലകയാ. ഈ പലകയുടെ അപ്പുറം ഇപ്പുറം 2 കെറൂബ് മുഖത്തോട് മുഖം ചേർത്ത് ചിറക് വിടർത്ത് നിൽക്കുക. ഈ കെറൂബിന്റെ നടുവിലായി ചാർത്ത് കിട്ട പലകയുടെ മുകളിലാണ് ഷെക്കേന വന്ന് നിൽക്കുന്നത്. ഇതിനകത്ത് ഇത് പെട്ടകം. ആ പെട്ടകത്തിനകത്ത് 3 കാര്യമാണ്: മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളർത്ത വടി, പിന്നെ നിയമത്തിന്റെ കൽപ്പലക. ഇതാ ഇതിനകത്ത്. ആ ഭാഗത്തേക്ക് എല്ലാം പോകുന്നില്ല. നിയമത്തിന്റെ കൽപ്പലക, അഹരോന്റെ തളർത്ത വടി, പിന്നെ മന്ന ഇട്ട് വെച്ച
നിങ്ങളുടെ പുസ്തകം പഠിച്ച ഭയങ്കരം പള്ളി പടുത്ത് ശലോമോൻ. ഭയങ്കരം പള്ളി. പള്ളി എന്ന് പറഞ്ഞാൽ അന്തം വിട്ടുപോകുന്ന പള്ളി. വലിയ പ്രൗഢ ഗംഭീരമായ പള്ളി. അപ്പൊ ഈ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തപ്പോ ദൈവം പറഞ്ഞു, ഇടങ്ങഴി മന്ന ആ പാത്രത്തിനകത്തോട്ട് വെച്ചേക്കണം. അങ്ങനല്ലേ എഴുതിയേക്കണം? വായിച്ചേ. ഇടങ്ങഴി മന്ന. ഏതായാലും വെറുതെ ഇരിക്കല്ലേ, തപ്പിയെടുത്ത് വായത്. കണ്ടോ? യഹോവയുടെ മുൻപാകെ വെച്ചു കൊടുക്കാം. പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷി സന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. കുടിപ്പാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രായേൽ മക്കൾ. അതെ, അത് നമുക്ക് വേണ്ടപ്പെട്ട ആളാ. ഞാന് 2000 എന്നെ ദുബൈ കൊണ്ടുപോയി 2 മാസം പാർപ്പിച്ച ഭവനമാണ് വാത്സല്യ സഹോദരിയുടെ ഭവനം. കർത്താവിന്റെ അച്ചായനും പ്രിയ ശേവാമാമ ആങ്ങള ജോസിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഭവനമായിട്ട് ഏറെ വർഷത്തെ ആത്മീയ ബന്ധമാണ്. തങ്കച്ചായനുമായിട്ടും അടുപ്പമായിരുന്നു മസ്കറ്റില്. കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. അപ്പൊ ഇവിടെ ഇടങ്ങഴി മന്ന എടുത്ത് പാത്രത്തിൽ വെക്കണം. പിന്നെ അഹരോന്റെ തളർത്ത വടി. ആ ഭാഗത്തേക്കൊന്നും ഞാൻ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. പിന്നെ നിയമത്തിന്റെ കൽപ്പന. ഇത് പെട്ടകത്തിനകത്തുണ്ട്. ഈ പെട്ടകം ഇങ്ങനെ കൊണ്ടുപോകണം, പോകുന്നിടത്തല്ല. ഇതിന് തണ്ടുണ്ട്. തണ്ട് തോള വെച്ച് വേണം ചുമക്കാൻ. അതിന് പ്രമാണമായതല്ല. ഇപ്പൊ ആളും കാശും ഓളവും ബഹളവും പ്രൗഢിയും പത്രാസും കൂടിയപ്പോൾ തോള വെക്കുന്നത് ഔട്ട് ഓഫ് ഫാഷനായി. ഒരു ഇംഗ്ലീഷ് ഇരിക്കണം. തോള വെച്ചോണ്ടാ പോകുന്നത്. തന്നെയല്ല, പെട്ടകം പോകുമ്പോൾ ഇത്ര ദൂരം അകന്ന് നിൽക്കണമെന്ന. എത്ര മുഴവാ? യോശുവയുടെ പുസ്തകത്തിലുണ്ട്. എത്ര മുഴം? ഒരു 3-4 മുഴമെങ്കിലും അകന്ന് നിൽക്കുന്നത്. എത്ര മുഴവാ? ആയിക്ക് പെട്ടെന്ന് വായിക്കും. 2000 മുഴം. റഫറൻസ് എത്രയാന്ന് ഉറക്കെ പറഞ്ഞു തരുമോനെ? 3-ന്റെ 2000 മുഴം അകലം വേണം. അല്ല, ഞാൻ സെക്രട്ടറിയാ, ഖജാൻജിയാ, ഞാൻ വലിയ പുള്ളിയാ, ഞാൻ കാശുള്ളവനാ, ഞാൻ ഇവിടുത്തെ അമേരിക്കക്കാരനാ, പേർച്ചക്കാരനാ, ലണ്ടനാ, നാടനാ, ഞങ്ങളുടെ വീട്ടിലാ തുടങ്ങിയത്. അമ്മ എന്റെ ഉപ്പാപ്പനാ ഇതിന്റെ സ്റ്റാർട്ടിങ്. ഇഞ്ചനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആരും വേണ്ട, ഞാനിങ്ങനെ എപ്പോഴും അടുത്ത് നിൽക്കും, കൂടെ കൂടെ എന്റെ ഫോട്ടോ എടുത്ത്. ഏത് കൊലവമ്പനാന്നേലും 2000 മുഴം മാറുന്നു. സ്തോത്രം. അകന്നു വന്നു. അടുത്തോട്ട് വന്നേക്കരുത്. പെട്ടകവും അതിനുള്ളിൽ നിയമത്തിൻ കൽപ്പലകയും മന്ന. പെട്ടകവും അതിനുള്ളിൽ നിയമത്തിൻ കൽപ്പലകയും മന്ന. ഇട്ടുവച്ചിടുന്നൊരു പൊൻപാത്രം അഹരോൻ തളിർത്ത വടി. ഇട്ടുവച്ചിടുന്നൊരു പൊൻപാത്രം അഹരോൻ തളിർത്ത വടി. ഒട്ടു വളരെ കനകം കൊടുത്താലും കിട്ടാത്ത മർമ്മങ്ങൾ പെട്ടിയിൽ കാണുന്നു. അവിടെ നേരമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ പെട്ടകം, ഇത് 2000 മുഴം അകന്നു നിന്നോണം. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ആ ഭാഗം വിടാം. ഇങ്ങനെ പ്രസംഗിച്ചാൽ അങ്ങനെ അങ്ങ് പോകും. അപ്പം നിങ്ങൾ ചിലര് വചനം ആസ്വദിക്കുന്നത് കൊണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു. മരുഭൂമി പ്രയാണത്തിലൊക്കെ
ഇതെല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. ശലോമോൻ പള്ളി പണിത് വലിയ പള്ളിയാ. ഇന്നലെ വായിച്ചല്ലോ, 20 ആണ്ട് കൊണ്ട് ആലയവും അരമനെ പറ ഭയങ്കര യാഗമൊക്കെ നടത്തി. കാളയുടെ അയ്യര് കളിയായിരുന്നു. ഭയങ്കര ആഘോഷം എല്ലായിട്ട് ഭയങ്കര ഏതാ ജനപ്രതിനിധികൾ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം. മന്ത്രി, MLA, MP, ജനപ്രതിനിധികള്, പിന്നെ എല്ലാ പാർട്ടിക്കാരും നമുക്ക് എല്ലാരും വേണമല്ലോ. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരും ലീഗും എല്ലാരും വേണം. പിന്നെ പാട്ടുകാര്, ഇടിപിടിക്കാര്, ബഹളക്കാര്, വലിയ വലിയ പ്രസംഗകര്, സുപ്രസിദ്ധ ആയിക്കോട്ടെ. ഭയങ്കരം പള്ളി വന്നവരെല്ലാം പള്ളിയുടെ ഫോട്ടോ എടുക്കുന്നു, അങ്ങോട്ട് വിടുന്നു ഇങ്ങോട്ട് വിടുന്നു കൊണ്ട് പറഞ്ഞു. സ്തോത്രം ചോദിച്ചു, മാർബിൾ ഇവിടുന്ന ഇറ്റാലിയനാണോ രാജസ്ഥാനാണോ? അപ്പൊ അതിനെപ്പറ്റി പിന്നെ ഈ പറയൂ, ഈ പള്ളി പണിയുവാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇത്രയും പ്രതീക്ഷിച്ചതല്ല, പക്ഷേ ദൈവം ഇത്രയൊക്കെ അങ്ങനല്ലേ ഓരോരുത്തരും പണിത. ജോർജ് കുട്ടി വന്നിട്ടുണ്ട്, ജോർജ് കുട്ടിയുടെ സാക്ഷ്യം, ഞാൻ ഈ പണിക്ക് വേണ്ടി ഒത്തിരി ബന്ധപ്പെട്ടു, കല്ലില്ലാതെ ഭാരപ്പെട്ടപ്പോൾ, അങ്ങനെ കേട്ടിട്ടില്ലേ? ഭയങ്കര പള്ളിയാ, ഭയങ്കര പള്ളി, പള്ളി ഗംഭീരമാണ്. പക്ഷേ ഞാൻ വിവരിക്കുന്നില്ല. എന്തുവാ അതിന് പറഞ്ഞ ആലയം പ്രതിഷ്ഠ, ഡെഡിക്കേഷൻ ഇരിക്കട്ടെ. എന്തുവാ ഈ പ്രതിഷ്ഠ? വളരെ ഗംഭീരം. നിങ്ങൾ വേദപുസ്തകം പഠിക്കണം. പ്രതിഷ്ഠയെല്ലാം ഒപ്പിച്ച് പെട്ടകം അങ്ങോട്ട് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. പെട്ടകം കൊണ്ടുവന്ന് സ്ഥാപിച്ചപ്പോ പെട്ടകത്തിനകത്ത് അഹരോന്റെ തളർത്ത വടിയുമില്ല, മഞ്ഞയില്ല. പെട്ടകത്തിനകത്ത് വേണ്ടതില്ല, 2 കരിങ്കല്ല് ഇരിപ്പുണ്ട്. മിക്ക സഭയിലും 2 കരിങ്കല്ലാണല്ലോ. വേണ്ടതില്ല. കോടിക്കണക്കിന് രൂപ മുടക്കി ആലയം പണിതു, ഭയങ്കര പ്രതിഷ്ഠാ ശുശ്രൂഷ, ജനപ്രതിനിധികളെല്ലാം വന്നു, വേൾഡ് മൊത്തം കണ്ടു. പക്ഷേ പെട്ടകത്തിനകത്ത് മന്നായുമില്ല, വടിയില്ല. എന്റെ ഭാഷ പറഞ്ഞ അത് ആണുങ്ങൾ അടിച്ചോണ്ട് പോയി. ഞാൻ വാക്യം തരാം, നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഞാൻ എഴുതി വെച്ചതാണ്. ഒരു വാക്യം വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ന്റെ 7 വായിച്ചേ. എല്ലാരും എന്തിനാ പുസ്തകം തുറക്കുന്നത്? വായിക്കുന്നില്ലല്ലോ, ഇങ്ങോട്ട് നോക്ക്. എന്തുവാ നിങ്ങൾ എന്നോട് അലർജിയാണോ? ഞാൻ സഹോദരിക്ക് വേറെ വാക്യം വായിക്കാം, പുറകിലത്തെ സഹോദരി വായിക്കും. കെരൂബുകൾ പെട്ടകത്തിന്റെ സ്ഥലത്തിന് മീതെ ചിറകു വിരിച്ച് പെട്ടകത്തെയും അതിന്റെ തണ്ടുകളെയും മൂടി നിന്നു. തണ്ടുകൾ നീണ്ടിരിക്കയാൽ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിന്റെ മുമ്പിലുള്ള വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കാണും, എങ്കിലും പുറത്തു നിന്ന് കാണുകയില്ല. അവ ഇന്ന് വരെ അവിടെ ഇരിക്കുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം, ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും കുനിഞ്ഞു കിടക്കാതെ ഇങ്ങോട്ട് നോക്കേ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോരേബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന 2 കൽപ്പലകയല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. 2 കരിങ്കല്ലിരിപ്പുണ്ട് അതിനകത്ത്. മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും ഇല്ല. അഹരോന്റെ തളിർത്ത ആത്മീക ലോകത്തിൽ ഇപ്പൊ ഇതൊക്കെയാ നടക്കുന്നത്. കാശുണ്ട്, പുത്തനുണ്ട്, ആളുണ്ട്, പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളമുണ്ട്, മേളമുണ്ട്, ബഹളമുണ്ട്. വേണ്ടതില്ല. മന്നായിട്ട് വെച്ച പൊൻപാത്രവും ഇല്ല. അഹരോന്റെ തളിർത്ത അത് പഠിച്ചോണ്ട് ആണുങ്ങൾ പോയി. ആരാ കൊണ്ടുപോയെന്നും എവിടോട്ടാ കൊണ്ടുപോയെന്നും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ തെളിവുണ്ട്. ഇന്നത് പറയുന്നില്ല. എല്ലാം അങ്ങനെ വെറുതെ ചൊളികേറ്റാക്കണ്ട. ആലോചന കഷ്ടപ്പെട്ടൊക്കെ ദൈവത്തിന് മഹത്വം കൊണ്ടുപോയി. ഇപ്പം ആകെ 2 കരിങ്കല്ലിന്റെ കൽപ്പലക ഇരിക്കും. അടുത്ത വടിയൊന്നുമില്ല. മന്നായിട്ട് വെച്ച പൊൻപാത്രവും. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഭാവിയിൽ പിള്ളേര് ചോദിക്കും, ഓരോന്ന് ചോദിക്കുമ്പോഴേ അവർക്ക് കാണിച്ചു കൊടുക്കണം, സൂക്ഷിച്ചു വെക്കാനാ പറഞ്ഞു. ഇത് എന്തെന്നാ? ഇത് മണ്ണെ പറ്റി ഇത് മാൻകൂ അല്ലേ? പറ, ഇംഗ്ലീഷ് പറ.
ഇതെന്ത്? കഴിക്കുന്തോറും രുചിക്ക് വ്യത്യാസമാണ്. അപ്പൊ ഈ കനാനിലേക്ക് വന്ന് കാല് കുത്തിയപ്പോ മന്ന നിന്നു. അത് ദൈവത്തിന് ഞാൻ നിൽക്കുവന്ന് നിർത്തുവന്ന്. അതിനെ അവിടെ വെച്ച പറഞ്ഞ ഇടങ്കടി എടുത്ത് മാറ്റി വെക്കണം. കനാനിൽ ചെന്ന് കഴിയുമ്പോ നല്ല നല്ല ഭക്ഷണമാ കനാനില്. കനാനിൽ എന്നാക്കിയാ വായിച്ചേ 8:7 ആവർത്തനം. പെട്ടെന്ന് വായിച്ചു. അല്ല, ഞാൻ വേറെ വാക്യം തരാം, ഇവിടെ വായിപ്പിക്കട്ടെ. ഇത് കൊടുത്തോട്ട് വേറെ തരാം. എന്റെ വാക്യമൊക്കെ ചമ്പലം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുവരുന്നത്. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുവന്നത്. അത് താഴ്വരയിൽ നിന്നും മലയ്ക്കും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. ഗോതമ്പ്, യവവും മുന്തിരി അത്തിയും വായിച്ചു. ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതള നരകവുമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം. എത്ര കൂട്ട സാധനമുണ്ട് വായിച്ചെന്നല്ല എണ്ണിയില്ലല്ലോ അല്ലേ? ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ 7. അപ്പൊ കനാനിൽ വന്നു കഴിയുമ്പോൾ നല്ല ഭക്ഷണമാ. ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ. ഒന്ന് കൊന്നിട്ട് മെച്ചവാ. നല്ല ഗോതമ്പ് കനാനിന്ന് വരാനില്ല. നമുക്ക് അത്ര നല്ലതൊന്നും. നമ്മള് ചപ്പാത്തി ഉണ്ടാക്കി ജനലെ പിടിച്ചേച്ച് കടിക്കണം. ചപ്പാത്തി കമ്പിപടി പോലെ. പിന്നെ ചിലര് ചപ്പാത്തി എല്ലാം കൂടെ പറിച്ച് കീറിയിട്ടേച്ച് ഗ്രേവിയും കൂടെ ഒടിച്ചു കുറച്ചു നേരം നോക്കിയിരിക്കും. അത് ഒരു മയം വരട്ടെന്ന് തമാശ പറഞ്ഞതല്ല. ഈയിടെ നമ്മളവിടെ അങ്ങാടി ചെന്നപ്പം ചപ്പാത്തി എല്ലാം പറിച്ച് കീറിയിട്ടേച്ച് ഞാനിവിടെ ചെയ്തു. കാരണം ഇതിങ്ങനെ പഠിക്കാൻ പോലിരിക്കുക. ഇറങ്ങിപ്പോകണ്ടേ? പക്ഷേ കനാനിലെ നല്ല കോതമ്പാ, നല്ല കോതമ്പിന്റെ കാമ്പ്. അപ്പൊ ഈ കോതമ്പ് പിള്ളേര് തിന്നുമ്പം ഇവര് പറയും കൊള്ളാം. അപ്പം പഴയ ആൾക്കാർ പറയടാ ഇതൊന്നുമല്ല, ഞങ്ങൾ മരുഭൂമിയിൽ മന്ന തിന്നതാ. മന്ന ഞങ്ങൾ മരുഭൂമിയിൽ മന്ന. അപ്പൊ കൊച്ചിങ്ങൾക്ക് അറിയത്തില്ല മന്നായോ ഇത്. പണ്ടെടുത്തും ഗൾഫിൽ പോയിച്ച് 2 കൊല്ലം കഴിഞ്ഞ് വെച്ച് നാട്ടിൽ വന്നിട്ട് തെങ്ങ ചൂണ്ടി വെച്ച് ഒരാട് ചോദിച്ചു ഇതെന്തോ കായാണ്. അവൻ 2 കൊല്ലം ഇവിടെ കണ്ട് കറങ്ങിയേച്ച് നാട്ടിൽ വന്നേച്ച് അവൻ ചോദിച്ചു ഇതെന്തോ കായാണ്. അപ്പൊ അടുത്ത് നിന്നോ പറഞ്ഞു നീ ഇത് ഇട്ട് മോട്ടിച്ചാൻ അല്ലയോടാ ഇവിടുന്ന് മുങ്ങി. നീ തെങ്ങ കയറി മോട്ടിച്ചാൻ നീ ഇവിടുന്ന് മുങ്ങി ബോംബെ ചാടി. പിന്നെ അവിടുന്ന് നീ ലോഞ്ചില് കയറി ഗുജറായി കടത്തി എന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇറങ്ങി പിന്നെ കൊച്ചുവള്ളത്തേലോ പാതച്ചോ എങ്ങാണ്ട്. മനസ്സിലാകുന്നില്ലായിരിക്കും. പക്ഷെ അവൻ ഇപ്പം ഒന്നും അറിയാൻ എന്തോ കായാണ്. അല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിലും. ഉണ്ട്. നാട്ടിലോട്ട് വന്നു കഴിയുമ്പോ പിന്നെ ഒന്നും പിടിക്കുന്നില്ല. സ്തോത്രം. എല്ലാ രാജ്യത്തിനും അതിന്റെ വിശേഷതയുണ്ട്. എല്ലാ ദേശത്തിനും അതിൻ്റെതായ വിശേഷതയുണ്ട്. ഇവിടെ ഇല്ലാത്ത വിശേഷത നാട്ടിലുണ്ട്, നാട്ടിലില്ലാത്ത വിശേഷത ഇവിടെ ഉണ്ട്. ഇവിടെ നാട്ടിലും ഇല്ലാത്ത വേറെ രാജ്യത്തുണ്ട്. എല്ലാ രാജ്യവും നല്ല അവിടെ ആക്ഷേപിക്കൊന്നും ചെയ്യരുത്. ശരി പറഞ്ഞ അമേരിക്കക്കാരും ഗുണമല്ല, എത്രയോ നല്ല മനുഷ്യരുണ്ട്. ഉപദേശമാരൊക്കെ പറയും അമേരിക്ക ന്യായം പിടിക്കും. പിന്നെ ഇവന്റെ ഈശാനിക്ക് അവരുടെ കാശിന് ഒരു കുഴപ്പവും. എല്ലാ രാജ്യവും നല്ലതാണ്. എല്ലാ രാജ്യത്തും അതിൻ്റെതായ വിശേഷത ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. എവിടെ ഇല്ലാത്ത. സ്തോത്രം. നമ്മുടെ വിഷയം അല്ലാതെ വിട്ടേക്കാം. പിള്ളേര് പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല ഈ മന്ന എന്നതാണ്. മന്ന വിശേഷപ്പെട്ട ഭക്ഷണമാണ്. മന്ന ഈ നിങ്ങൾക്കറിയാൻ വചനം മന്ന എപ്പോഴാ പൊഴിയുന്നത്? ഉറക്കെ പറ. അധികാലത്ത്. നന്നായിട്ട് പറ. നന്നായിട്ട് പറ. അതിരാവിലെ. എന്നാലും വെളുപ്പം കാലത്ത് പര്യായം പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും. അതികാലത്തെ അതിരാവിലെ വെളുപ്പം കാലത്ത് 3 കിട്ടി പര്യായം. നേരം വെളുക്കുമ്പോൾ പുലർച്ചെ. ഇപ്പൊ 5 നേരം വെളുക്കുമ്പോൾ പുലർച്ചെ, അധികാലത്ത്, വെളുപ്പിന്, സന്ധ്യാസമയത്ത്. നിങ്ങൾ വായിച്ച സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 8-9 വാക്യം വായിച്ചേ. 11-ന്റെ 8-9 വായിച്ചു.
ജനം നടന്നു പെറുക്കി. ജനം 8-ാം വാക്യം വായിച്ചേ. ജനം നടന്നു പെറുക്കി തിരിക്കല്ലിൽ പൊടിച്ചിട്ടോ ഉരുളിടിച്ചിട്ടോ കലത്തിൽ പിഴുങ്ങിയോ അപ്പം ഉണ്ടാക്കും. അതിന് രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ അടുത്ത വാക്യം. രാത്രി പാളയത്തിൽ രാത്രി ഈ പാളയത്തിൽ മഞ്ഞു പൊഴിയുമ്പോൾ മഞ്ഞയും പൊഴിയും. എപ്പോഴാ പൊഴിയുന്നത്? രാത്രി. പിന്നെ വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കുന്നത് നല്ലതാ. മന പൊഴിക്കുന്നത് രാത്രിയില്ല. അത് മഞ്ഞ് പെയ്യുമ്പോ മഞ്ഞയും പെയ്യും. മുകളിൽ നിന്ന് ഇങ്ങനെ മഞ്ഞും മഞ്ഞയും കൂടാ വരുന്നത്. മുകളിൽ നിന്ന് ഇങ്ങനെ മഞ്ഞും മഞ്ഞ ഇങ്ങനെ പൊഴിയും. രാത്രിയില്ല. എന്ന് പറഞ്ഞാൽ നീ രാത്രിയിൽ ഉറങ്ങുമ്പോഴും ദൈവം നിനക്കുള്ളത് കരുതിക്കൊണ്ടിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. നീ രാത്രിയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടത് ദൈവം കരുതിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. മനോഭാരത്തോട് ദുഃഖത്തോട് വേദനയോട് ആരെങ്കിലും ഇന്ന് പകൽ ഈ ആരാധനയ്ക്ക് സംബന്ധിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, നീ വിശ്രമിക്കുമ്പോഴും നിനക്ക് വേണ്ടി ദൈവം കരുതൽ നടത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവം കരുതുന്നവനാ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ, എന്നെ കരുതുവാൻ. അപ്പൊ ശ്രദ്ധിക്കുക, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. രാത്രി ഇങ്ങനെ മഞ്ഞ പൊടിയും, മഞ്ഞും മഞ്ഞയും കൂടെ കേട്ടോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞത് മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ. പണ്ട് ഞാൻ പ്രസംഗിച്ചു മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ. ഒന്ന് ഒരുത്തം പറഞ്ഞു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അവൻ പണ്ടൊരു സിനിമ കണ്ടുവച്ചിരിക്കുക. ഞാൻ തമാശ പറഞ്ഞതല്ല, അവൻ പഴയ സിനിമയാ. മോനെ അറിയത്തില്ലല്ലേ? ഇല്ലേ? കണ്ടതല്ലേ? ഇല്ലേ? ഞാൻ സത്യമാ പറഞ്ഞേ. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ കണ്ടോ? ഞാൻ പറയാം മഞ്ഞിൽ വിരിഞ്ഞ. ഞാൻ പറയാ പൂക്കളല്ലടാ മഞ്ഞ. മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ. ഇത് രാത്രിയിൽ ഇങ്ങനെ പൊഴിയും. അതിരാവിലെ കൂടാരവാതിൽ തുറക്കുമ്പോൾ മഞ്ഞ. ഈ മഞ്ഞ എപ്പോഴും ഞാൻ പറയും, നിങ്ങൾക്ക് പറയുക, ഇത് യേശു ക്രിസ്തുവിന് നിഴല. മഞ്ഞ ക്രിസ്തുവേശുവിന് നിഴല. കാരണം ഈ മഞ്ഞയുടെ വിശേഷത ഇത് മുകളിൽ നിന്ന് വന്നതാ. തിരുവചനം അങ്ങനെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന. ഇത് വന്നത് മുകളിൽ നിന്ന് വന്നതാ മഞ്ഞ. അങ്ങനെയെങ്കിൽ യേശുവിന് നിഴല. മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, നസറായനാകുന്ന യേശു. ബാക്കി സകല ആൾക്കാരും താഴേന്ന് മേളിലോട്ട് പോകുകയും താഴേന്ന് പിന്നെ താഴോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, അത് നസറായനാകുന്ന യേശു. നിങ്ങളാണ്ട യോഹന്നാൻ 16:28 വായിച്ചേ. യോഹന്നാൻ 16:28 പെട്ടെന്ന് വായിരും. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട. അതാ മേളിൽ നിന്ന് വന്നെന്നായി പറഞ്ഞേ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട ലോകത്തിൽ വന്നിരിക്കുന്നു. പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. അത്ര ക്ലിയർ ആയിട്ട് എഴുതിയേക്കുന്നേ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലോട്ട് മേളിൽ നിന്നാ വന്നേ. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശുയാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശുയാഗമായി. നിന്ദകളും പണികളും ദുഷികളും സഹിച്ച് നിന്ദിതനായവൻ കടന്നു പോയി. നിന്ദിതനായവൻ കടന്നു പോയി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശുയാഗമായി. അപ്പൊ ശ്രദ്ധിക്കുക, മുകളിൽ നിന്നിറങ്ങി വന്ന ഒരുവൻ, അതാണ് നസറയനാകുന്ന യേശു. അപ്പൊ ഈ മന്ന യേശു ക്രിസ്തുവിന് നടല. ഒന്ന്, ഇത് മോളിൽ നിന്ന് വന്നതാ. രണ്ട്, വളരെ ചെറുതാണ്, കൊത്തമ്പാലരി പോലെ, ഏതാണ്ട് മല്ലിയുടെ വലിപ്പമൊക്കെ ചെറുതാണ്. വലിയവനായ ദൈവം എന്നെയും നിന്നെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചു. വലിയവനായ ദൈവമാ. അല്ല നിന്റെ ഊളം ദൈവം ഒന്നുമല്ല. ചുമ്മാ ഉള്ള പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ദൈവങ്ങൾ. ഒരു തള്ളയാണ്
ദൈവം കളിച്ചിരിക്കുന്നത് ദൈവം തങ്ക തങ്ക എന്നാ പേര്, അതിന് ദൈവം അങ്ങനെ ദൈവം ശാന്തമ്മ. പിന്നെ ദൈവം ബാബു, പേര് പോലും ഒരു ചതവില്ല. ബാബു എന്നൊക്കെ ഇടുവോ ദൈവത്തിന് പേര്? പേരിട്ടാലും ഒരു ജോന വേണ്ടേ? ദൈവം പേരെന്നാ ബാബു എന്ന് അടയ്ക്കും പാട്ട് പിടിച്ചവനെ. പറഞ്ഞു അവൻ സ്വാമി കളിച്ചതാ. അവൻ സ്വാമിമാരുടെ പേരൊക്കെ നല്ല പേരുകൾ, വിവേകാനന്ദ, ശാശ്വതാനന്ദ, അങ്ങനെ നല്ല പേരുകളാണ്. പരമാനന്ദ, നിന്റെ പേരാണ് സ്കൂളിൽ. എന്റെ പേര് സ്വാമി കടപ്പത്ത് തിരുവിടാനന്ദാണ്. സ്വാമി കടപ്പത്ത് എല്ലാം ആനന്ദമാണ്. ഇത് രാവിലെയാ പുള്ളിക്ക് തണുപ്പ് കഴിച്ചപ്പോ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അടുത്ത കാലത്ത് മുളച്ചു വന്ന കിടുകടാനന്ദയൊന്നും അല്ല, അവിടുന്ന് നിത്യനാ. നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. അനാദിയായി ശാശ്വതമായുള്ള ദൈവം. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്, സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രധനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ ദൈവം. ആഗമാകാരന്മാരിൽ ആദമൻ മോസസ് സർവാഗമ പൊരുളാകുമീ പരാശക്തിക്ക് ഏലൊന്നോരപ്രിയമാം നാമം ഓതിയത് മൂലവസ്തുവാനാഥൻ ഉപദേശിച്ചതല്ലോ. അധോണായി വിലോപമെന്നേയാകുവേയഗോവയാകെന്നല്ല ചൊല്ലാൻ നേരമില്ല. അതുകൊണ്ട് അനാദിയായി ശാശ്വതമായ ദൈവം, നിത്യനായ ദൈവം, വലിയവനായ ദൈവം, ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം. നക്ഷത്രമെല്ലാം മാരി വതറിയിട്ടിരിക്കുക, അമ്പോ കോടി കോടി. ഇപ്പോഴും കൊറോണത്തന്നെ മുദ്രയിട്ട് വെച്ചിരിക്കുക, പൊട്ടിച്ചിട്ടില്ല. പൊട്ടിച്ചതിനെ തന്നെ തപ്പി നടക്കുക ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാര്. എവിടെയെങ്കിലും ഒരു തുമ്പോ തുരാലോ കണ്ടോണ്ടെ ശാസ്ത്രം വിജയിച്ചു, ബൈബിള് തോച്ചു. പോട്ടാ. നീയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്പരാൻ ഇതെല്ലാം കോടി കോടി നക്ഷത്രം. 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണിയിട്ടുള്ള നക്ഷത്രം ആകമാനം സൂക്ഷ്മമായി 60 കോടി അന്നെണ്ണിയപ്പം. പൂവിലും മടങ്ങഴും ഭാഗവൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരുടെ 12 ലക്ഷാധികം. ഭൂഗോളം ഇതിന്റെ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകവേ 28,000 പരിഗണാകം. ഇതൊക്കെ ചിന്തിച്ചാൽ അസുഖം ഉണ്ടാകുമെന്നാണ് എഴുതി വെച്ചത്. മാലുണ്ടാം ഇതിന് ചൂട് കേവലം ചിന്തിക്കലും. ഇതൊക്കെ ചിന്തിച്ചാൽ അസുഖം ഉണ്ടാകും. ഈ ആകാശ ഗംഗ അന്തം വിട്ടു പോവുക. ഈ ഭൂലോകം, നക്ഷത്ര മണ്ഡലങ്ങൾ, അയ്യോ, ഇതുപോലത്തെ 10-20 ഭൂമിയെ വിഴുങ്ങാൻ കഴിവുള്ള വേറെ കോളങ്ങൾ, അതിനെ വിഴുങ്ങാൻ കഴിവുള്ള വേറെ കോളം. എനിക്കെല്ലാത്തിനെ പേരറിയാൻ മേല. ഇതിൽ സംഭവമുണ്ട്. അതൊക്കെ പഠിച്ചിട്ടുള്ളവർ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദൈവം അത്രയെ അമ്പരത്തിൽ ഈ നിർമ്മല ഗോളങ്ങളെ സംസ്ഥാപിച്ചിരിക്കുന്നെന്നാ. അയ്യോ, ഇതല്ല ഒന്നൊരെണ്ണം കൂട്ടിമുട്ടുന്നില്ലല്ലോ, കൃത്യത്തിനല്ല. അയ്യോ, ഈ കാണുന്ന അണ്ടകടാകത്തെ നിർമ്മിച്ച വലിയവനായ ദൈവം, ആ ദൈവം ഓരോ ഗോളങ്ങളും വലുതാ. ഈ ഭൂമിയുടെ 100 ഇരട്ടി വലിപ്പമുള്ളതുണ്ട്. അപ്പൊ മറ്റു ഗോളത്തിൽ ചെന്ന് ഭൂമിയെ നോക്കിയാൽ ഒരു ചെറിയ പൊട്ട് പോലെ. അങ്ങനെയുള്ള ഭൂമിയിൽ 4-ൽ 3 ഭാഗവും വെള്ളമാ, ഒരു ഭാഗമാ കര. ആ കരയിൽ തന്നെ ചെറിയ രാജ്യങ്ങൾ ഒത്തിരി ഉണ്ട്, വലിയ രാജ്യം ചിലതൊക്കെ ഉണ്ട്. ആ ഭൂമിയിലെ ഒരു ചെറിയ പൊട്ട് പോലെ പലസ്തീൻ. അതുകൊണ്ട് കൊല്ലം ജില്ലകളൊക്കെ വരുന്നെന്നാ പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ പോയില്ല. എങ്കിലും പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ചെറിയൊരു പൊട്ട് പോലെ. ആ പലസ്തീനിൽ ഒരു ചെറിയ ഗ്രാമമാ നസറേത്ത്. ആ നസറേത്തിൽ എന്റെ ഭാവനയാ ഒരു ചെറിയ വീട്. ആ ചെറിയ വീട്ടിൽ ഒരു സഹോദരി മറിയം. ആറടിപ്പൊക്കം ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് 5.5 പിടിക്കാം, എന്താ ഉടക്കൊണ്ടാകാതെ പോകാം. ഒരു സഹോദരി
സഹോദരിയുടെ അകത്തൊരു ചെറിയ ഗർഭപാത്രം, ഒരു ചാൺ വയറെന്നൊക്കെയാ സാധാരണ ആൾക്കാർ, ആയിക്കോട്ടെ, അകത്തെ ഒരു ഗർഭപാത്രം. ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ വലിയ പേടി കൊള്ളുന്നതല്ല. അതിനകത്ത് വചനം ജഡമായി ഒരുവൻ ഉരുവായി, വലിയവനായ ദൈവം. ഈ നക്ഷത്രമണ്ഡലങ്ങളെ സൃഷ്ടിച്ചവനാ. പണ്ട് പ്രസാദിനറിയാം, ഹരിനാമകീർത്തനം ചൊല്ലിട്ടുണ്ടോ? അത് രക്ഷിക്കപ്പെട്ടല്ലോ പണ്ട് ഞാൻ ചൊല്ലിട്ടുള്ളതാ. നക്ഷത്ര പങ്ക്തികളുമിന്ദു പ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു, പണ്ട് ചൊല്ലിയിട്ടുള്ളതാ. അപ്പൊ നക്ഷത്ര പങ്ക്തികളുമിന്ദു പ്രകാശവും ഒളിക്കും ദിവാകരൻ, അപ്പുറത്തെ ദിവാകരന്റെ കാര്യമല്ല. നോക്കിച്ചോ, ദിവാകരൻ എന്ന് പറഞ്ഞ അപ്പൊ ഈ കാണുന്ന ഈ അണ്ടകടാകത്ത്, ബ്രഹ്മാണ്ട കോടിന്റെ നിർമ്മിച്ച ദൈവം എന്നെയും നിന്നെയും രക്ഷിക്കാൻ ചെറുതായിട്ട് അവതരിച്ചു. ഇത് കൂടുതൽ എങ്ങനെയാ ചെറുതാകുന്നേ? വലിയവനായ ദൈവം. അയ്യോ, അത് അങ്ങനെയുള്ള ദൈവം ഇത്രയും ചെറുതാക്കി നമ്മുടെയൊക്കെ ഓരോ വലിപ്പഭാവം. അയ്യോ, എനിക്കിതെല്ലാം കാണുമ്പോ ഊറിയ ചിരി വരും. പിന്നെ ഞാൻ ഉറക്കം ചിരിക്കല, അവൻ തേമ്പിയാൽ എന്നെ അടക്കം വല്ല രാജ്യത്തും വന്നേക്കുന്നതാണ്. പക്ഷെ ഞാൻ ഉള്ളിൽ ഇങ്ങനെ ഇവന്റെ ഈ പ്രൗഢിയും പത്രാസും ഗമയും ഗമണ്ടും ഒക്കെ കാണുമ്പോ എന്റെ അകത്തൊരു ചെറിയ ഊറിയ ചിരി. ഈ പൊട്ടന്റെ എടുക്കലാണല്ലോ എന്റെ പ്രിയരെ, ദൈവം വലിയവനാ. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമല്ലോ. ഈ കാല മുഴുവനും അവൻ നമ്മെ നൽവഴിയിൽ നടത്തും. ഈ കാല മുഴുവനും അവൻ നമ്മെ നൽവഴിയിൽ നടത്തും. പാടുവിൻ സകലരെ, കൂടുവിൻ പുതുകരായി, തേടുവിൻ പുതിയ സംഗീതങ്ങളെ. പാടുവിൻ സകലരെ, കൂടുവിൻ പുതുകരായി, തേടുവിൻ പുതിയ. അപ്പൊ ഈ ദൈവം എന്നുമെന്നേക്ക് നമ്മുടെ ദൈവമാണ്. ഈ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെ രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചു. ഒരു കന്യകയുടെ ഉദരത്തിൽ, അതായി മന്ന, ചെറുതാ. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഞാൻ എന്നെ പ്രതിയാക്കി പറയാം, നമുക്കൊന്ന് ചെറുതായാലല്ല. പ്രസംഗത്തിലൊന്നും അല്ല ചെറുത്, പ്രാർത്ഥന. അപ്പോ പൊടിയാണപ്പാ, മുളക് പൊടിയാ. അപ്പോ കൃമിയാ, പാഷാണത്തിൽ. ചുമ്മാ ഇരുന്ന് ചപ്പളാത്തി അടിക്കരുത്. ഒന്നുമില്ല, ഏതുമില്ല. പിന്നെ സ്വർഗവിരുന്ന് ചിരിക്കുക, ഈ വിഡിത്തവും പെടലത്തരവും. ചുമ്മാ പാചകം കൊണ്ടൊന്നും കാര്യമായില്ല. മനസ്സും സ്വഭാവവും ദൈവം നോക്കും. അപ്പൊ ഞായറാഴ്ച മൈക്ക് കൂടെ ഞാൻ എന്നെ പ്രതിയാ, മൈക്ക് കൂടെ അപ്പ കൃമിയാണപ്പാ, ഏഴയാണപ്പാ, പൊടിയാണപ്പാ, അപ്പ ചിങ്ങവനത്ര തള്ളയുണ്ടെന്ന് പപ്പ. അവർക്ക് അങ്ങ് ഉണർവ് കയറുമ്പം വിളിക്കാം പപ്പ. നിങ്ങൾ ഇരിക്കാനൊന്നും പറഞ്ഞതല്ല, കയ്യിലിരിപ്പ്. ഈ വാചകം ഒന്നും പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. നിനക്ക് വലിയ വാചക കസർത്ത് ഇല്ലെങ്കിലും നിന്റെ ഹൃദയവും സ്വഭാവവും ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഈ വാചകമൊക്കെ ഇവിടെ അടിച്ചു വെച്ച് വെളിയിലോട്ട് ഇറങ്ങുമ്പോ പൊടിയാന്നോ, കൃമിയാന്നോ, എന്തോ പൊടിയാ, എന്തോ കൃമിയാ, ശരിയാ ദൈവം നോക്കുന്നു. ഞാൻ പൊക്കോട്ടെ, സമയമായില്ലേ, നമുക്ക് പിന്നെ കാര്യം ബാക്കി. അതാ മതി, ഒത്തിരി ആയാലും കുഴപ്പമില്ല. ദൈവത്തിന്റെ ഭാഗത്ത് ഈ രാവിലെ ഒന്ന് സമർപ്പിക്കും. ഞാനും നിങ്ങളുമല്ല, ഈ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെ രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചെങ്കിൽ നമ്മുടെ ആ വലിപ്പഭാവം ഒക്കെ ഒന്ന് നിർത്തി ഒന്ന് ചെറുതാകും. അബ്രഹാം ഒരിക്കൽ പറഞ്ഞു, അയ്യോ പൊടിയും വെണ്ണീറുമാകുന്ന എന്നോട് സംസാരിപ്പാൻ. ദൈവത്തിന് മുഖം സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നാം പൊടിയെന്നവൻ. ഞാനിപ്പോ ഇത് നിർത്തുക, നമുക്ക് ദൈവം അനുവദിക്കാം. അവരെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ, ദൈവം അനുവദിക്കാം. പിന്നീട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് സമയമൊക്കെ സന്ദർഭം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. ദൈവത്തിന് മകനം. പിന്നെ ചിലർക്ക് ഈ വചനം ഒന്നും വലിയ തൃപ്തിയൊന്നും ചിലർക്കില്ല, എന്നാൽ ചിലർക്ക് നല്ല ഇഷ്ടമാണ് ദൈവവചനം.
ദൈവം അത് ഹിതമാന്നേ അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താണ്. ഒരു പഴയ പാട്ടുണ്ടല്ലോ, നമുക്കത് പാടി നിങ്ങൾ പാടുമ്പോ ഞാൻ അങ്ങ് ഇറങ്ങിപ്പോകും. ബാക്കി ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ ചെയ്യും. താഴ്ചയിൽ എനിക്കവൻ തണലേകി താങ്ങിയ